അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫയുടെ ഒരു പ്രസംഗമുണ്ട്. ഖുതുബ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഖുതുബ എന്ന് അയാൾ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഖുതുബ പറഞ്ഞാൽ അറബി ഭാഷയിൽ ഖുതുബ എന്ന പദത്തിന് മലയാളത്തിൽ പല പ്രസംഗം എന്നാണ്. അപ്പോൾ മുസ്തഫയുടെ ഒരു പ്രസംഗം ഫാത്തിമ ബീവിയുടെ മരണം മറ നീക്കുന്ന രഹസ്യങ്ങൾ എന്നാണ്. ഫാത്തിമ ബീവിയുടെ മരണം മറ നീക്കുന്ന രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളുടെ സമ്മതത്തോടും ആനുകൂല്യത്തോടും കൂടി ചുട്ടുകൊന്നു. അതാണ് ഇതിൻ്റെ ആകത്തുക. കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ മുആവിയയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മുസ്തഫ പറഞ്ഞ ഒരു സംഗതിക്ക് നേർവിരുദ്ധമാണ് ഈ പ്രസംഗത്തിൽ മുസ്തഫ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ മുസ്തഫ പറഞ്ഞിരുന്നത് എന്താണ്? അവിടെ മുസ്തഫ പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തുമായി ബന്ധപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ബയ്യത്ത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഫാത്തിമയുടെ വീട്ടിൽ ചെന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പെരയാൻ ചുട്ടുകളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ പഠിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന് അത്ര ഒരു ക്രൂരത ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അത് ചെയ്തിട്ടുള്ളത് മുആവിയയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു ഖുതുബയിൽ മൂപ്പര് തട്ടി വിട്ടിട്ടുള്ള, ഈ ഖുതുബയിൽ തട്ടി വീണ മറ്റൊന്നാണ്. ഇവിടെ അബൂബക്കർ ഫാത്തിമ എൻ്റെ വീടിന് തീ കൊടുത്ത് ചുട്ട് കളഞ്ഞിട്ട് അവിടെ ഉമർ വന്നില്ല. ഫാത്തിമൻ്റെ ജനാസ നമസ്കാരത്തിന് ഉമർ പങ്കെടുത്തില്ല. അതുപോലെ തന്നെ അബൂബക്കർ പങ്കെടുത്തില്ല. കഴിഞ്ഞ ഖുതുബയിൽ ആയിഷ വന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഖുതുബയിൽ ആയിഷ വന്നു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഫാത്തിമ ബിൻത് ഖൈസ് ആയിഷയെ അങ്ങോട്ട് കടക്കാൻ പ്രവേശിക്കാൻ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് എന്താണ് താൻ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് നേർക്കുനേരെ ബോധത്തോടു കൂടിയല്ല. കഴിഞ്ഞ പ്രാവശ്യം താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു ബോധമില്ലാതെ, ഓർമ്മയില്ലാതെ നേർവിരുദ്ധമായിട്ട് ചില സംഗതികൾ പറയുന്നു എന്നുള്ളതാണ്. ഇതാണ് മുസ്തഫ അദ്ദേഹത്തിൻ്റെ എഴുത്തിലും പ്രസംഗത്തിലും സ്റ്റേജിലും പേജിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും, പ്രസംഗത്തിൽ നിന്നും കിട്ടും. ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യണത് എന്താണ്? ഇവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ ചുട്ടുകൊന്നു. ആര് ചുട്ടുകൊന്നു? അത് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. ചുട്ടുകൊന്നതാരാ? മറ്റാരുമല്ല, അബൂബക്കർ, ഉമർ ഇവരുടെയൊക്കെ സമ്മതത്തോടു കൂടി ചുട്ടുകൊന്നിട്ടുള്ളത് മറ്റാരോ ആണ്. അതായത് മുആവിയൻ്റെ തലയിലേക്ക് തന്നെയാണ് പോവുക. പക്ഷെ ഇവിടെ ഇതിലത് അങ്ങനെ വ്യക്തമായി പറയുന്നില്ല എന്നേ ഉള്ളൂ. മുആവിയയെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയില്ല. എന്നാൽ പറയാതെ വിട്ടിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൽ വരെ ദുരൂഹതയുണ്ട് എന്നാണ് ഈ പ്രസംഗത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഖൈബറിൽ വെച്ച് ഏതോ ഒരു യഹൂദ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുത്തു. അതിൽ നിന്ന് നബി ഒരു അല്പം ഭക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് നബി മരിക്കുന്ന സമയത്ത് ഈ വിഷം തീണ്ടിയിട്ടാണ് നബി മരിച്ചത് എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളാണ് എന്നൊക്കെയുള്ള ചോദ്യമാണ്. അത് അവിടെ കേട്ടെ. ഇവിടെ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നിരുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? അത് മുസ്തഫ ഉദ്ധരിക്കുന്നുണ്ട്. യാ ബിൻത റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മോളെ,
എന്ന് വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു എന്ന് പറയുന്നത് എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നത്, യാ ബിൻത റസൂലില്ല വല്ലാഹി മാ മിൻ അഹദിൻ അഹബ്ബ ഇലൈനാ മിൻ അബീക്കി. നിൻ്റെ പിതാവിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയണതാണ്, വല്ലാഹി മാ മിൻ അഹദിൻ അഹബ്ബി ഇലൈനാ മിൻ അബീക്കി. നിൻ്റെ പിതാവിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റാരും ഉണ്ടായിരുന്നില്ല. വമാ മിൻ അഹദിൻ അഹബ്ബ ഇലൈന ബഅദ അബീക്കി മിൻകി. ഇനി നിൻ്റെ പിതാവിന് ശേഷം നിന്നെക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റാരുമില്ല എന്ന് റളിയല്ലാഹു എന്ന് പറയുന്നു. അത് പറഞ്ഞതിൻ്റെ ശേഷമാണ് വഅയ്മുല്ലാഹി മാദാക ബിമാനിഇ ഇനിജ്തമഅ ഹഉലായി. ഇനി മേൽ ഈ കൂട്ടർ നിൻ്റെ അടുത്ത് സമ്മേളിച്ചാൽ നിന്നോടുള്ള ഈ സ്നേഹം നിൻ്റെ വീട് ചുട്ടുകരിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുക്കാൻ മടിക്കാൻ മാത്രമുള്ള കാരണമായി തീരൂല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെ രണ്ട് സംഗതിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇത് സംഗതി എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു കിടക്കുന്നു. നബിയുടെ കുടുംബം, വിശേഷിച്ച് അലി ഇബ്നു അബീ താലിബും ബന്ധപ്പെട്ട ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ശരീരം അത് സംസ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അബൂ സുഫിയാനും മുആവിയും ഒന്നും ഇപ്പോൾ ഈ ചിത്രത്തിൽ അവിടെ ഇല്ല, മദീനയിൽ അവിടെ ഇല്ല. വല്ല ഷിയാക്കൾ എഴുതിയുണ്ടാക്കിയിട്ടുള്ള കള്ളക്കഥകൾ മാത്രമാണ്. അതാണ് മുസ്തഫയുടെ അവലംബവും. അവർ മക്കത്താണ്. നേരത്തെ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച് 3-4 ദിവസം കൊണ്ട് ആ വിവരം മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച് ആ വിവരം 3-4 ദിവസം കൊണ്ട് മക്കത്തെത്തി. മക്കയിൽ നിന്ന് മുആവി അബൂ സുഫിയാനും ഒക്കെ പിന്നെ മദീനയിലേക്ക് 4 ദിവസം 5 ദിവസം കൊണ്ട് വന്ന് എന്നിട്ട് വേണമല്ലോ ഇവിടെ ഈ ഉപജാപം ഉണ്ടാക്കണമെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് തിങ്കളാഴ്ച രാവിലെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ജഡം മറമാടിയിട്ടുള്ളതോ അത് ചൊവ്വാഴ്ച അസ്തമിച്ച ബുധനാഴ്ച രാത്രിയാണ്. എന്ന് പറഞ്ഞാൽ 3 ദിവസം 2 പകലും 2 രാത്രിയും എന്ന് വേണമെങ്കിൽ പറയാം. 2 രാത്രി പൂർണ്ണമായിട്ടില്ല. പക്ഷേ ദിവസത്തെ കണക്കിലെടുക്കുമ്പോൾ 3 ദിവസം എന്നൊക്കെ നമ്മൾ പറയും. കാരണം തിങ്കളാഴ്ച പകൽ, പിന്നെ ചൊവ്വാഴ്ചൻ്റെ അന്ന് ആ രാത്രിയും പകലും, പിന്നെ ബുധനാഴ്ച രാത്രി. ആ നിലക്ക് 3 ദിവസം എന്ന് പറയാം. പക്ഷെ ഇവിടെ മുസ്തഫയുടെ ഒരു ചോദ്യമുണ്ട്. നമ്മളാരെങ്കിലുമൊക്കെ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടർ ചെയ്താൽ നമ്മളതിന് സമ്മതിക്കുവാണ്. ഇവിടെ നമ്മളും നബിയായിട്ട് വ്യത്യാസം ഉള്ളത് ഒന്ന്, മുസ്തഫയെ പോലുള്ള ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായിട്ടുള്ള അവബോധമില്ലാത്തതിൻ്റെ പേരിലാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ ഒരു നാട്ടിലെ ഒരു പൗരൻ മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ നായകനാണ്. അദ്ദേഹമാണ് ആ നാട്ടിലെ എല്ലാം. രാഷ്ട്രത്തിൻ്റെ നായകൻ അദ്ദേഹമാണ്, സർവ്വസൈന്യാധിപൻ അദ്ദേഹമാണ്, അതുപോലെ തന്നെ ജഡ്ജി അദ്ദേഹമാണ്. അങ്ങനെ പലതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആധുനിക രാഷ്ട്രീയ സമീപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്, ഒരു രാഷ്ട്രനായകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ രാഷ്ട്ര പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ഒക്കെ ആണെങ്കിൽ ചെയ്യലെന്താണ്, അദ്ദേഹത്തിന് പകരം കെയർ ടേക്കറായിട്ട് ഒരു പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ പ്രസിഡൻറ്റിനെ ചുമതലപ്പെടുത്തിയതിന് ശേഷമാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കാൻ പോവുക. ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സമീപനമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ള റോൾ എന്തായിരുന്നു അവൻ പരിശോധിക്കേണ്ടതാണല്ലോ. അവർക്ക് യഥാർത്ഥത്തിൽ അതിന് നേർക്കുനേരെ ഒരു റോളും ഇല്ലായിരുന്നു. അത് ആ കാര്യം അലി ഇബ്നു അബീ താലിബും കുടുംബവും ചെയ്യുന്നു. മറുഭാഗത്ത് അൻസാറുകൾ, അവരാണ് ബനൂ സായിദ കുടുംബത്തിൻ്റെ ആ സ്ഥലത്ത് സഖീഫത്തു ബനൂ സായിദൻ്റെ പന്തൽ എന്ന് പറയുന്ന അവിടെ പോയിട്ട് ഭാവിയെ സംബന്ധിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ആ സംഭവം ഭാവി എന്താവണം ചിന്തിക്കണം എന്നുള്ളത്, അതിനെപ്പറ്റി ഒരു ചിന്തയും ആലോചനയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയോ
ഉമർ റളിയല്ലാഹുവിൻ്റെയോ മനസ്സിൽ ഉദിച്ചിട്ടില്ല ഈ സമയത്ത്. അപ്പോൾ ആരോ വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹുവിനോട്, ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇങ്ങനെ അൻസാറുകൾ ഇങ്ങനെ യോഗം കൂടിയിട്ട് ഒരു അമീറിനെ തിരഞ്ഞെടുക്കാനുള്ള സംരംഭത്തിലാണ്. അത് പറഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ സംഗതിയുടെ ഗൗരവം ബോധ്യമാവുകയും അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹുവിനെയും അബൂ ഉബൈദ റളിയല്ലാഹുവിനെയും കൂട്ടി അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചർച്ച നടക്കുകയാണ്. എന്താ ചർച്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആരെയാണ് ഖലീഫയാക്കേണ്ടത്? അപ്പോൾ അതിന് തയ്യാറായിട്ട് സഅദ് ബിൻ ഉബാദ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ സഅദ് ബിൻ ഉബാദയെ ബൈഅത്ത് ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അൻസാറുകൾ ഉള്ളത്. ഈ ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അവിടുന്ന് കടന്നു ചെന്ന് ചർച്ചയിൽ പങ്കെടുത്തു. അപ്പോൾ പങ്കെടുത്തപ്പോൾ അൻസാറുകളോട് പറഞ്ഞിട്ടുള്ളത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇസ്ലാമിൻ്റെ സഹായികളാണ്. നിങ്ങളൊരിക്കലും തന്നെ ഈ ശൈഥില്യം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് അധികാരം അത് ഖിലാഫത്ത് വേണ്ടത് ഖുറൈശികൾക്കാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളിലുള്ള ആളാണ്. അപ്പോൾ മറ്റവർ പറഞ്ഞു, അൻസാറുകൾ പറഞ്ഞു, എന്നാ വേണ്ട, മിന്ന അമീർ ഒമിൻകും അമീർ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്നൊരു അമീറും നിങ്ങളെ കൂട്ടത്തിൽ നിന്നൊരു അമീർ, അങ്ങനെ 2 അമീർമാരാവാം, 2 നേതാക്കന്മാരാവാം, അങ്ങനെ ഒരു സമവായത്തിലെത്താലോ. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അമീർ, മുസ്ലിങ്ങളുടെ നായകൻ ഖുറൈശികളിൽ നിന്നാണ് വരേണ്ടത്. അത് പറഞ്ഞപ്പോഴാണ് പിന്നെ അൻസാറുകളിൽ നല്ലൊരു വിഭാഗം ഉണ്ടാകുന്നത്. അപ്പോഴും ഖസറജുകളിൽപ്പെട്ട ചില ആളുകൾ അതിനെ ഒതുങ്ങാതെ അല്ലെങ്കിൽ അതിന് മെരുങ്ങാതെ ചില ഇതൊക്കെ പ്രയോഗിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ചർച്ച നീണ്ടുപോയാൽ സംഗതി വഷളാവും എന്ന് ബോധ്യം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ചെയ്തത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചിട്ട്, താങ്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഈ സ്ഥാനത്തിന് യോഗ്യനായിട്ടുള്ള ആൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് താങ്കളെയാണ് നമസ്കാരത്തിന് ഇമാമായി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിൽ നബി ആരെയാണോ ഞങ്ങൾക്ക് ഇമാമായി അംഗീകരിച്ചു തന്നിട്ടുള്ളത്, തൃപ്തിപ്പെട്ടിട്ടുള്ളത്, അദ്ദേഹത്തെ തന്നെ മതി ഞങ്ങൾക്ക് ദുനിയാവിൻ്റെ കാര്യത്തിലും നായകനായിട്ട് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുന്നു. ഉടനെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുന്നു. പിന്നീട് അൻസാറുകളിൽ ഔസ് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ബൈഅത്ത് ചെയ്യുന്നു. അതിന് ശേഷമാണ് ഖസറജിൽപ്പെട്ട ആളുകൾ ബൈഅത്ത് ചെയ്യുന്നത്. ഈ ബൈഅത്തിൽ പങ്കെടുക്കാതെ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇറങ്ങിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു കർക്കശമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് സ്വീകരിക്കേണ്ടത് ആരുടെ കാര്യത്തിലാണ്? ഫാത്തിമൻ്റെ കാര്യത്തിലല്ല, സഅദ് ബിൻ ഉബാദത്തിൻ്റെ കാര്യത്തിലാണ്. കാരണം എന്താണ്? സഅദ് ബിൻ ഉബാദയ്ക്ക് ഖസറജുകളെ ഈ ബൈഅത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും. അൻസാറുകൾ ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് മദീനയിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു ഭിന്നതയായി മാറുകയും ചെയ്യും. പക്ഷെ അതിന് ഉമർ റളിയല്ലാഹു അൻഹു മെനക്കെട്ടിട്ടില്ല എന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ ആയതിനു ശേഷം സഅദ് ബിൻ ഉബാദത്തിനോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുമില്ല. അദ്ദേഹം സഅദ് ബിൻ ഉബാദയെ വിടുക ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു നിയോഗിച്ച സൈന്യത്തിലെ ഒരു ഭടനായിക്കൊണ്ട്, ഇസ്ലാമിക സൈന്യത്തിൽ അംഗമായിക്കൊണ്ട് ഷാമിൻ്റെ ഭാഗത്തേക്ക് യുദ്ധത്തിന് പോകുന്നുണ്ട്. അദ്ദേഹം ഫലസ്തീൻ്റെ ആ ഭാഗത്ത് വെച്ചാണ് മരിക്കുന്നത്. ഇവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹായുമായി ബന്ധപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഈ ഒരു ഘട്ടത്തിൽ ഖലീഫയെ തിരഞ്ഞെടുക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവും നബിയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റാളുകളൊന്നും ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. ആ ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ബൈഅത്ത് ചെയ്യുന്നതിൽ നിന്ന് അവർ മാറി എന്നുള്ളത് ശരിയാണ്. ഇതാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീടുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെടുന്നു, അത് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം.